എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാർത്താമഴയിലേക്ക്. ഞാൻ അസിത സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. CBSE പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള തീയതി നീട്ടി. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ബൽറാം, വിദ്യാർത്ഥികളുടെ നിരവധി ദിവസങ്ങളായുള്ള ആവശ്യമായിരുന്നു. ഒരു ദിവസം കൂടിയാണ് സമയപരിധി എന്ന് പറയുമ്പോൾ പോലും അതും വലിയ ആശ്വാസമാണല്ലേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം? അസിത, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരിയൊരു ആശ്വാസമാണ് ഈ ഒരു തീരുമാനം എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 5 ദിവസമായി ഈ അപേക്ഷ നൽകാനുള്ള പോർട്ടൽ ഏതാണ്ട് നിശ്ചലമാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പങ്കുവച്ച വിവരങ്ങളിൽ വ്യക്തമാക്കുന്നത്. ഈ CBSE ഇത്തവണ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഭൂരിഭാഗം കുട്ടികൾക്കും തങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഇത്തവണ പുനർമൂല്യനിർണ്ണയത്തിനായുള്ള അപേക്ഷകൾ പതിവിൽ എത്രയോ ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ പ്രാഥമിക നടപടിയായി ഈ പരീക്ഷാ പേപ്പറിന്റെ പകർപ്പ് അതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം നേരിട്ടത്. അത് ഒരു തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം മാത്രമല്ല, ഫീസ് അടച്ച പലർക്കും ഇതുവരെയും അതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഫീസ് തന്നെ 100 രൂപ ഒരു പേപ്പറിന് ഫീസാണെന്നിരിക്കെ 62,000 രൂപയിലേറെ പോലും ഫീസ് ഈടാക്കിയതായുള്ള പരാതികളും ഉയർന്നിട്ടുണ്ട്. തുടർന്നാണ് ഈ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതും CBSEയുടെ വിശദീകരണം തേടിയതും. എന്തായാലും ഫീസ് അധികമായി ഈടാക്കിയത് തിരികെ നൽകുമെന്ന് CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനായി ധനമന്ത്രാലയത്തിന്റെ സഹായവും തേടിയിരിക്കുന്നു. തുടർന്നാണ് ഇന്ന് പോലും സാങ്കേതിക പ്രശ്നം നേരിട്ട സാഹചര്യത്തിൽ അപേക്ഷ ഇന്ന് 12 മണി വരെയായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്ന സമയപരിധി. ആ പരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാളെ രാത്രി 12 മണി വരെ സമയപരിധി നീട്ടിക്കൊണ്ടുള്ള ഒരു തീരുമാനം CBSEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കോതമംഗലത്തിന് സമീപം പൊങ്ങിൻ ചുവട് കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പുഷ്പാകരൻ എന്ന വെള്ളക്കയ്യനാണ് മരിച്ചത്. വനവിഭവം ശേഖരിക്കാൻ പോകുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മലഞ്ചിറക്ക് എടുക്കാൻ വേണ്ടി പോയിട്ട് അന്നേരം കാട്ടാന ആക്രമണം ചെയ്ത് അന്നേരം പുള്ളി കൊല്ലപ്പെട്ടതല്ല, അവിടെ വെച്ച് അന്നേരം ജീവൻ ഉണ്ടായിരുന്നു. അന്നേരം എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാനും കൂടി അവിടെ പോയി വണ്ടിയും കൊണ്ട് വിളിച്ച് കാട്ടിനുള്ളിൽ കൂടി ആളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നാടി പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടവഴിക്കും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചത്. ലാൽ കൃഷ്ണ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ലാൽ, ദാരുണമായ ഒരു സംഭവമാണ്. നിരന്തരം കാട്ടാനയുടെ സാന്നിധ്യമൊക്കെ ഉള്ള മേഖലയായിരുന്നോ ഇത്? തീർച്ചയായിട്ടും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു 4 അംഗ സംഘം ഈ വനത്തിനകത്തേക്ക് ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ചെറിയ തോതിലുള്ള മഴയെല്ലാം ആ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് ഇത് ഇടമലയാറിൽ നിന്ന് അകത്തേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ പൊങ്ങിൻചൂട് എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയുള്ളത്. അതായത് കോതമംഗലം നഗരത്തിൽ നിന്ന് ഏകദേശം 16-17 കിലോമീറ്റർ അകലെയാണ് ഇടമലയാർ നിൽക്കുന്നത്. അവിടെ നിന്ന് പിന്നെയും അകത്തോട്ട് പോയാൽ മാത്രമാണ് ഈ ആദിവാസി ഉന്നതിയിലെത്തുള്ളൂ. ആ ഉന്നതിയിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതാണ് വെള്ളക്കൈനടക്കമുള്ള ആളുകൾ. ആ പോകുന്ന വഴിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാന കണ്ട് ഭയന്ന് ഓടുന്നതിനിടയിൽ തന്നെ പിന്നിൽ നിന്നെത്തിയ കാട്ടാന തുമ്പി കൈകൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നു എന്നുള്ളതാണ് കൂടെയുള്ളവർ നൽകിയിരിക്കുന്ന വിവരം. ഫോറസ്റ്റിനും ഇതേ വിവരം തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്. കാട്ടാന അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൈകാലുകളെല്ലാം ഒടിഞ്ഞ നിലയിലായിരുന്നു. എന്നാലും ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സമീപത്ത് പരിശോധിച്ചവരെല്ലാം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമെല്ലാം നടത്തുന്നത്. വനത്തിലൂടെ ഇടമലയാർ ഭാഗത്തെത്തി അവിടെ നിന്ന് പിന്നെ ജീപ്പിലാണ് ഈ ആശുപത്രിയിലേക്ക്, കോതമംഗലം നഗരത്തിലുള്ള ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത്. സർക്കാർ ആശുപത്രിയിലേക്കാണ് പുറപ്പെടുന്നത്. ആ യാത്രാമധ്യയാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത് എന്ന കാര്യമാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഏകദേശം 50 വയസ്സിനടുത്ത് പ്രായമുള്ള ആളായിരുന്നു വെള്ളക്കയ്യൻ എന്ന് വിളിക്കുന്ന പുഷ്പാങ്കരൻ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം നിലവിൽ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് വനമേഖല ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കാട്ടാനയുടെ ആക്രമണമുണ്ട്. മാത്രമല്ല ഈ ഉന്നതി അടക്കം നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് ചില സമയങ്ങളിൽ ആനക്കൂട്ടത്തോടെ എത്താറുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. ശരി, ലാൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം ചാത്തന്നൂരിൽ BJP പ്രവർത്തകനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. വരിഞ്ഞം സുന്ദരൻമുക്ക് സ്വദേശി രാജീവിനാണ് വെട്ടേറ്റത്. ഷിജോ കുര്യൻ ചേരുകയാണ് കൊല്ലത്ത് നിന്നും. ഷിജോ, ഈ ആക്രമണം അത് എങ്ങനെയുണ്ടായതാണ്? വിവരങ്ങൾ എന്തൊക്കെ? ഇയാളുടെ ആരോഗ്യനില എങ്ങനെ? അസിത, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കൊല്ലം ചാത്തന്നൂർ വരിഞ്ഞം സുന്ദരമുക്ക് സ്വദേശിയായിട്ടുള്ള രാജീവിന് വെട്ടേറ്റത്. രാജീവ് BJP പ്രവർത്തകനാണ്. മൊട്ട വിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ് ആക്രമിച്ചത്. ഈ വിഷ്ണുവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം DYFI ആണ് എന്നുള്ള ആരോപണം BJP ഉന്നയിക്കുന്നുണ്ട്. നെഞ്ചിൽ കുത്തേറ്റ രാജീവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.
ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നുള്ള ആരോപണം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. അതിന് കാരണം ഈ ചാത്തന്നൂർ എന്ന് പറയുന്ന മേഖലയിൽ BJP DYFI സംഘർഷം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നും ഇത്തരത്തിൽ BJP പ്രവർത്തകർ നേരെ ആക്രമണം ഉണ്ടാവാൻ കാരണമെന്നുള്ള കാര്യമാണ് BJP പ്രവർത്തകർ പറയുന്നത്. അതേസമയം ഇതൊരു കുടുംബ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടായ തർക്കമാണ് ഈ കുത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസ് വിശദമായിട്ട് അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ്. അസിത. ശരി, ഷിജു കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക ഹൊക്കലു നദിയിൽ മുങ്ങി മരിച്ചവരുടെ എണ്ണം 10 കക്കവാരാൻ നദിയിലിറങ്ങിയ 9 സ്ത്രീകളും 1 പുരുഷനുമാണ് മരിച്ചത്. കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാളെയും തുടരും. ഹൊക്കലു നദിയിൽ കക്കവാരാൻ പോയ 14-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. കക്ക വാരുന്നതിനിടയിൽ നദിയിലെ വെള്ളം ക്രമാതീതമായി ഉയരുകയായിരുന്നു. രക്ഷപ്പെടുത്തിയ 3 പേരെ മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ബംഗളൂരു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ വിവാദം കൊഴുക്കുന്നു. തീരുമാനത്തിൽ കോൺഗ്രസിനുള്ളിലും അതൃപ്തിയുണ്ടെന്നാണ് സൂചന. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഭരിക്കുന്നവരുടെ തീരുമാനമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിയമനത്തിൽ CPIM-ഉം BJP-യും വിമർശനം കടുപ്പിച്ചു. വിവാദങ്ങൾക്കിടെ രത്തൻ യു ഖേൽക്കർ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുത്തു. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയും SIR നിരീക്ഷകനായിരുന്ന ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവുമാക്കിയതിനെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചിരുന്നു. ഈ വിമർശനമുയർത്തിയാണ് രത്തൻ യു ഖേൽക്കറുടെ നിയമനം CPIM-ഉം BJP-യും ചർച്ചയാക്കുന്നത്. ഇതിനിടെ KC വേണുഗോപാലിന്റെ മുനവെച്ചുള്ള പ്രതികരണം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്. അത് ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കും. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിയമനത്തിൽ കോൺഗ്രസിനകത്തു തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവാണ് യഥാർത്ഥത്തിൽ ഖേൽക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം. കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ബംഗാളിൽ അവർ എതിർത്തിട്ടുണ്ട്. എതിർത്തത് ഭരണപക്ഷം എന്ന രീതിയിലല്ല ഉള്ളവരല്ല, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ. SIR-ലൂടെ UDF-നെ അധികാരത്തിലെത്തിച്ചത് രത്തൻ യു ഖേൽക്കർ എന്നും നിയമനം ദുരൂഹമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസറെ ഡെപ്യൂട്ടേഷൻ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് നിയമിച്ചത് ദുരൂഹമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറിന്റെ പുതിയ സ്ഥാനം കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിനാണോ എന്ന് V മുരളീധരൻ MLA. രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ മുൻ കമ്മീഷണറായിട്ടുള്ള ശ്രീ രത്തൻ ഖേൽക്കറെ നിയമിക്കാനെടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പ് തിരിമറി നടത്താൻ കോൺഗ്രസിന് സഹായകരമായിട്ടുള്ള നിലപാടെടുത്തതിനാണോ? പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുത്തത്. 24 തിരുവനന്തപുരം. പുതിയ സർക്കാരിന്റെ ഓരോ നടപടിയും പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്നതായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അധികാരത്തിന്റെ പത്രാസ് ഒരിക്കലും കാണിക്കില്ലെന്നും തന്റെ പേരിൽ നാട്ടുകാർക്ക് തലകുനിക്കേണ്ടി വരില്ലെന്നും പറവൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ മലയാളത്തിന്റെ മഹാനടന്മാർ എത്തിയാണ് VD സതീശനെ വരവേറ്റത്. എന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. മുഖ്യമന്ത്രി എത്തിയതോടെ ആവേശക്കടലായിരുന്നു ഇന്ന് എറണാകുളം. രാവിലെ കൊച്ചി ഇൻഡോർ സ്റ്റേഡിയത്തിലും വൈകിട്ട് പറവൂരിലും സ്വീകരിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. ചടങ്ങിനെത്തിയ മലയാളത്തിന്റെ മഹാനടന്മാർ പുതിയ സർക്കാരിലുള്ള പ്രതീക്ഷ മറച്ചുവച്ചില്ല. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്.
യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഒരു ദേശത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിന്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. VD സതീശിന്റെ സ്ഥിരതയാർന്ന പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണമെന്ന് ശ്രീകുമാരൻ തമ്പിയും എടുത്തു പറഞ്ഞു. മറുപടി പറയുന്നതിനിടെ മുഖ്യമന്ത്രി വികാരാതീതനായി. വാത്സല്യവും സ്നേഹവും വാരിക്കോരിത്തന്ന നിങ്ങളെ മറക്കില്ല എന്ന് പറഞ്ഞ VD സതീശൻ വെല്ലുവിളിയും പ്രതീക്ഷയും ജനതയോട് പങ്കുവച്ചു. ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ്. അതൊരു വെല്ലുവിളിയായതുകൊണ്ടാണ് അത് ഏറ്റെടുത്തത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തണം, കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ നിന്ന് ജയിച്ച MLA-മാരെയും ചടങ്ങിൽ ആദരിച്ചു. അവസാനം പ്രിയ സുഹൃത്തായ നടൻ സലീം കുമാറിന്റെ വക ഒരു മാസ് ഡയലോഗ്. വനവാസക്കാരന്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ VD സതീശൻ. 24 കൊച്ചി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, പാലക്കാട് ജില്ലകൾ ഒഴികെ 11 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ മാസം 28-ാം തീയതി വരെ മഴ തുടരുമെന്നാണ് പ്രവചനം. ബംഗാൾ ഉൾക്കടലിലും തെക്കൻ അറബിക്കടലിലും നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാനുള്ള കാരണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. ആലപ്പുഴ അരൂരിൽ ഇടിമിന്നലേറ്റ് 60കാരൻ മരിച്ചു. വീട്ടിൽ നിന്ന് കുളിക്കാനായി പുറത്തെ ശുചിമുറിയിലേക്ക് പോകുമ്പോഴായിരുന്നു മിന്നലേറ്റത്. ശക്തമായ മഴയിൽ ചെങ്ങന്നൂർ പുലിയൂരിൽ വീട്ടുവളപ്പിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുലിയൂർ സ്വദേശി ശിവന്റെ വീട്ടുവളപ്പിലെ കിണറാണ് ഇന്നലെ ഇടിഞ്ഞത്. കൊല്ലം കുണ്ടറ കേരളപുരത്ത് KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തലനാരഴിക്ക് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് തുളച്ചുകയറിയും അപകടമുണ്ടായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മറ്റന്നാൾ കാലവർഷം കേരള തീരം തൊടുമെന്ന പ്രവചനമുണ്ടെങ്കിലും വൈകാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയിലെ തർക്കം കനക്കുന്നു. നടൻ ടിനി ടോമിനെതിരായ അൻസിബ ഹസന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന നീന കുറുപ്പിന്റെ പരാതി കത്ത് പുറത്തുവന്നു. ടിനി ടോം തന്നെയും അസഭ്യം പറഞ്ഞെന്ന് നീന കുറുപ്പ് സംഘടനയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നു. നേതൃസ്ഥാനത്തുള്ളവർക്ക് സംഘടനയെ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെന്ന് അറിയില്ലെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി 24-നോട് പറഞ്ഞു. ടിനി ടോം തന്നെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചെന്നും സംഘടനയ്ക്ക് നൽകിയ പരാതിയിൽ നീന കുറുപ്പ് പറയുന്നു. തനിക്ക് മാത്രമല്ല മറ്റംഗങ്ങൾക്കും ടിനി ടോമിന്റെ ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നീന കുറുപ്പിന്റെ പരാതിയിൽ പറയുന്നു. വിവാദം കനത്തതോടെ അമ്മ നേതൃത്വത്തിനെതിരെ ചലച്ചിത്ര പ്രവർത്തകയായ ഭാഗ്യലക്ഷ്മിയും നടി മാലാ പാർവതിയും രംഗത്തെത്തി. അവിടുത്തെ ഒരു ജോലിക്ക് നിന്ന് സ്റ്റാഫ് പരാതി പറഞ്ഞു. അത് ഗൗരവമായ കാര്യങ്ങളാണ് പറഞ്ഞു ഉണ്ണി ശിവകുമാറിനെതിരെയും. അപ്പോൾ ആ സമയത്തും കുക്കു ആ പെൺകുട്ടിയെ അല്ല സപ്പോർട്ട് ചെയ്തത്, ഉണ്ണി ശിവകുമാറിനെ സപ്പോർട്ട് ചെയ്തു എന്ന് കേൾക്കുന്നത്, അൻസിബ പറയുന്നത് കേൾക്കുന്നത്, അല്ലെങ്കിൽ നീന ഗ്രൂപ്പിന്റെ പരാതി, ഇവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പേഴ്സാണ്. അപ്പോൾ അവരുടെയൊക്കെ പരാതി നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നു, വലിയ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കുന്നവർക്ക് സംഘടന എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നൊരു വലിയ പിടിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. അൻസിബയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന്റെയും നീന കുറുപ്പിന്റെയും ഗൂഢാലോചനയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ലക്ഷ്മി പ്രിയ. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ടറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതേസമയം വിഷയത്തിൽ മറ്റു പ്രമുഖ താരങ്ങൾ പ്രതികരിച്ചിട്ടില്ല. 24 കൊച്ചി. മലപ്പുറം നിലമ്പൂർ മമ്പാട് കാട്ടാനാക്രമണം. താളിപ്പൊയിൽ സ്വദേശി PH സിദ്ദീഖിന്റെ വീട്ടുവളപ്പിലും കൃഷിയിടത്തിലും കയറിയ കാട്ടാന വാഴകളും വേലികളും നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന വീട്ടുവളപ്പിലെത്തിയത്. വീടിന്റെ മുന്നിലൂടെ കാട്ടാന നടന്നു പോകുന്ന CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ആശുപത്രി കുന്നിലും കാട്ടാന എത്തിയിരുന്നു. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുൻ മന്ത്രി റോഷി അഗസ്റ്റിന് കുരുക്ക.
കോളപ്ര ടൂറിസം പദ്ധതിയിലെ 112 കോടിയുടെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അതേസമയം അന്വേഷണത്തിനോട് സഹകരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ 24നോട് പറഞ്ഞു. കോളപ്ര ടൂറിസം പദ്ധതിയിൽ 112 കോടിയുടെ ക്രമക്കേട് നടന്നെന്ന കോൺഗ്രസ് നേതാവ് ബേബി ജോസഫിന്റെ പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. കോളപ്ര ടൂറിസം പദ്ധതിയുടെ ടെൻഡർ നടപടികളിൽ വലിയ വീഴ്ചയും അലംഭാവവും വരുത്തിയെന്നും സ്വകാര്യ ഏജൻസിക്ക് കൊള്ളലാഭം ലഭിക്കത്തക്ക രീതിയിൽ ടെൻഡർ നടപടികൾ അംഗീകരിച്ചതായും പരാതിയിൽ പറയുന്നു. 30 വർഷത്തിന് ജലാശയവും തീരങ്ങളും കോഴിക്കോട് FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിൽ ക്രമക്കേട് നടന്നെന്നാണ് പരാതിയിലുള്ളത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നും മുൻ മന്ത്രി റോഷി അഗസ്റ്റിൻ 24നോട് പറഞ്ഞു. 112 കോടിയുടെ അഴിമതി എന്നാണ് പറയുന്നത്. ഈ പദ്ധതി എത്ര കോടിയുടെ ആണെന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രശ്നം. മാത്രമല്ല, ഇതിൽ ഗവൺമെന്റിന് പൈസ മുടക്കുള്ള പദ്ധതിയല്ല. എത്ര കോടിയുടെ പദ്ധതിയാണ്? 116 എനിക്ക് തോന്നുന്നു. 116 കോടിയുടെ പദ്ധതിയാണ്. ഒരു പൈസ ഗവൺമെന്റിന് മുടക്കുള്ള പദ്ധതിയല്ല. ഇത് ഏറ്റെടുക്കുന്ന കമ്പനി തന്നെയാണ് ഇതിന്റെ പണം മുടക്ക്. CPIM-നെയോ LDF-നെയോ ഭയപ്പെടുത്താമെന്ന് കരുതരുതെന്നും UDF-ന് അധികാരം കിട്ടിയതിന്റെ ആരംഭ ശൂരത്വമാണെന്നും EP ജയരാജൻ. അവർക്ക് അധികാരം കിട്ടിയതല്ലേ, ആരംഭശൂരത്വം കാണും. പക്ഷേ ഇടതുപക്ഷ മുന്നണിയെയോ CPM-നെയോ അങ്ങനെ ഭയപ്പെടുത്താമെന്ന് ധരിക്കരുത്. LDF സർക്കാരിന്റെ കാലത്തെ അഴിമതി ആരോപണങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് അധികാരമേറ്റ് തൊട്ടു പിന്നാലെയുള്ള അന്വേഷണത്തിലൂടെ UDF ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം. ഡൽഹിയിൽ അടുത്ത 3 മണിക്കൂർ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യത. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനാണ് സാധ്യത. ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, എന്താണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്? ആസിദ, ഡൽഹിയിൽ അടുത്ത 3 മണിക്കൂർ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുള്ള പൊടിക്കാറ്റ് ഡൽഹിയിലേക്ക് അടുത്ത 3 മണിക്കൂറിൽ പ്രവേശിക്കുമെന്നും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കും എന്നുമാണ് മുന്നറിയിപ്പ്. ശക്തമായ പൊടി ഈ കാറ്റിൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഈ ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ആളുകൾ വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ശക്തമായ ചൂട് അല്ലെങ്കിൽ ഈ ഉഷ്ണതരംഗത്തിന്റെ മൂർധന്യത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ആന്തി എന്ന പൊടിക്കാറ്റ്. അത് ആണ് ഡൽഹിയിലേക്ക്, രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്ക് അടുത്ത 3 മണിക്കൂറിൽ പ്രവേശിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത 3 മണിക്കൂർ ഡൽഹിയിൽ കനത്ത പൊടിക്കാറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.